ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട് ഖുർആനിൽ. റബ്ബി ജഅല്ലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. വല്ലാത്തൊരു പ്രാർത്ഥനയാണ്. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനകളൊക്കെ ഇങ്ങനെ ഖുർആനിൽ നിന്ന് എടുത്തിട്ട് ഒരു പേപ്പറിൽ വെറുതെ ഇങ്ങനെ എഴുതി നോക്കുന്നുണ്ടോ, നമുക്ക് ഇന്ന് ആവശ്യമുള്ളൊരു പ്രാർത്ഥന അതിനകത്തുണ്ടാവും. അങ്ങനെയാണ്, നിറച്ചും ജീവിതമുള്ള പ്രാർത്ഥനയാണ്. ഇന്ന് നമുക്ക് ആവശ്യമുള്ളൊരു പ്രാർത്ഥന അതിനകത്തുണ്ടാവും. അതേപോലെ ഒന്നാ വജഅല്ലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. പഠിച്ചോനെ, വരാനിരിക്കുന്ന മനുഷ്യർ എന്നെക്കുറിച്ച് നല്ലത് പറയണമേ, സത്യം പറയണമേ. കൂടുള്ള ആളുകൾ പറയണേ എന്നല്ല, വരാനിരിക്കുന്ന മനുഷ്യർ എഴുതുന്ന ചരിത്രത്തിൽ ഇബ്രാഹിം സത്യവാനായൊരു മനുഷ്യനായി നിലനിൽക്കണമേ എന്നാണ് പ്രാർത്ഥന. അതെന്താണെന്നറിയോ? നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം അത്, ദ മീനിങ് ഫുൾ എക്സിസ്റ്റൻസ്. മുസ്ലിങ്ങൾ മാത്രമൊന്നുമല്ല, ക്രിസ്ത്യാനികൾക്ക് പ്രിയപ്പെട്ടവനാണ് എബ്രഹാം പ്രവാചകൻ. യഹൂദർക്ക് പ്രിയപ്പെട്ടവനാണ് ഇബ്നേസർ പ്രവാചകൻ. ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യർക്കും ആ പ്രവാചകനെ കുറിച്ച് നല്ലതേ പറയാനുള്ളൂ. ആ പ്രാർത്ഥനയുടെ റിസൾട്ടാണത്. വജഅല്ലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, ദ മീനിങ് ഫുൾ എക്സിസ്റ്റൻസ്. പഠിച്ചവൻ തന്നിട്ടുള്ള ആയുസ്സിനെ അർത്ഥപൂർണമാക്കിയ മനുഷ്യർ മാത്രം ചരിത്രത്തിൽ ബാക്കിയാകുന്നു. ഓക്കെ, ഈ ലോകത്ത്, എനിക്ക് സമയം കുറവായതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ് കേട്ടോ. ലോകത്ത് ഏറ്റവും നല്ല കിടക്ക ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ലോകത്ത് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ബെഡ് ഏതാണ് എന്ന് നിങ്ങൾക്കറിയോ? ലോകത്തിലെ ഏറ്റവും നല്ല ബെഡ് അങ്ങനെ വേണ്ടതട്ടാ, നല്ലതാ. എല്ലാവർക്കും ഒന്നും അത് ഉണ്ടാവില്ലല്ലോ. എനിക്കത് 2013 പോയി. ഇനി ഞാനെന്ത് ചെയ്യും? ലോകത്തെ ഏറ്റവും നല്ല ബെഡ് സമാധാനമായിട്ട് കിടന്നുറങ്ങുന്ന മനുഷ്യൻ്റെ താഴെയുള്ള ബെഡാണ്. സമാധാനമായി കിടന്നുറങ്ങുന്ന മനുഷ്യൻ്റെ താഴെയുള്ള ആ ബെഡാണ്. ചിലപ്പോൾ അതൊരു ബെഡ് പോലും ആവില്ല, ഒരു ഷീറ്റ് മാത്രമേ ആയിരിക്കും. ചിലപ്പോൾ അതൊരു പേപ്പറായിരിക്കും, ചിലപ്പോൾ അതൊരു തുണി മാത്രമായിരിക്കും, ചിലപ്പോൾ അതൊരു ഷാളായിരിക്കും, ചിലപ്പോൾ അത് വെറും പച്ച തണുപ്പുള്ള നിലമായിരിക്കും. ആ മനുഷ്യൻ്റെ താഴെയുള്ളത് എന്താണോ അതാണ് ലോകത്തെ ഏറ്റവും നല്ല ബെഡ്. സഞ്ജയൻ്റെ ഒരു പഴയ കഥാപാത്രം പറയുന്നുണ്ട് ജയിലിൽ ആയിപ്പോയതിനെക്കുറിച്ച്. ജയിലിൽ ആ പച്ച നിലത്ത് കൊതുകിൻ്റെ കടിയേറ്റ് ഉറങ്ങുക എന്ന് പറയുന്നത് ഏറ്റവും കഷ്ടപ്പാടുള്ളതാണ് എന്ന് പറഞ്ഞപ്പോൾ അയാളുടെ സുഹൃത്ത് എന്താ പറയണമെന്നറിയോ? ജയിലിൻ്റെ നിലത്ത് കൊതുകിൻ്റെ കടിയേറ്റ് ഉറങ്ങാതിരിക്കുന്നതിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. നീ ഉറങ്ങുന്നുണ്ടല്ലോ, ജയിലിലെ നിലത്ത് കൊതുകിൻ്റെ കടിയേറ്റ് ഉറങ്ങുന്നുണ്ടല്ലോ. അങ്ങനെ ഉറങ്ങാൻ കഴിയാത്തൊരവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് നോക്ക്. ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും ഭംഗിയുള്ള കാര്യം സമാധാനമായിട്ട് കിടന്നുറങ്ങുക എന്നുള്ളതാണ്. എവിടെ എന്നുള്ളത് അപ്രസക്തമായൊരു കാര്യമാണ്. ഒട്ടാര സദൃശമായൊരു വലിയ വീട്ടിൽ ഒരാളിങ്ങനെ ഉറക്കം കിട്ടാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നതിനെ കുറിച്ച് ആലോചിച്ച് നോക്കും. അയാൾക്ക് ആ വീടിൻ്റെ വലുപ്പമൊന്നും ഒരു വിഷയമേ ആവില്ല. അയാൾ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കുന്ന പോലും ഉണ്ടാവില്ല. അയാൾക്ക് ആകെ വേണ്ടത് സമാധാനമായിട്ട് ഉറങ്ങുക എന്നുള്ളത് മാത്രമായിരിക്കും. സമാധാനമായിട്ട് ഉറങ്ങാൻ വേണമെങ്കിൽ മരുന്ന് കിട്ടും കേട്ടോ, മരുന്ന് കിട്ടും. സ്ലീപ്പിംഗ് പിൽസൊക്കെ ഇല്ലേ, അത് കഴിച്ചാൽ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റും. പക്ഷെ മരുന്നില്ലാത്ത വേറൊരു സാധനമുണ്ട്. അതെന്താണെന്നറിയോ? സമാധാനമായിട്ട് ഉണരുക എന്നുള്ളതാണ്. അതിന് മരുന്നില്ല. സമാധാനമായിട്ട് ഉറങ്ങാൻ മരുന്നൊക്കെ കിട്ടും, പക്ഷെ സമാധാനമായിട്ട് ഉണരാൻ എന്ത് ചെയ്യും? അതിനെന്ത് വേണം? ഖുർആനിൽ ബർക്കത്തിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ബർക്കത്ത് നമ്മളൊക്കെ സാധാരണ പറയുന്ന ബർക്കത്ത്, മലയാളം പോലെ നമുക്ക് പരിചയമുള്ള വാക്കാണ് ബർക്കത്ത്. ബർക്കത്ത് എന്ന് സാധാരണ നമ്മൾ എപ്പോഴാണ് പറയുക? ആരെക്കുറിച്ചാണ് പറയുക? അവർക്കിപ്പോൾ നല്ല ബർക്കത്താണെന്ന് പറയില്ലേ? ആരെക്കുറിച്ചാണ് പറയുക? ഒരുപാട് ഉള്ള ആളുകളെ കുറിച്ചാണ് പറയുക. പൈസയൊക്കെ ഒരുപാടുള്ള ആളുകളെ കുറിച്ച് എന്താ പറയുക? അവർക്കിപ്പോൾ നല്ല ബർക്കത്താണെന്ന് പറയും. എന്നാൽ നല്ലോണം പൈസ ഉള്ള ഒരാളോട് ചെന്നിട്ട് ചോദിച്ചു നോക്കൂ, എന്താണ് ബർക്കത്ത്? അപ്പോൾ അയാൾ എന്ത് പറയും?
അത് പറയും. അയാൾ നല്ലോണം പൈസ ഉണ്ടാവണമെന്ന് പറയില്ലല്ലോ. എന്താണ് ബർക്കത്ത് എന്ന് അയാളോട് ചോദിച്ചാലും അയാൾ പറയുന്നൊരു വാക്കുണ്ട്, സമാധാനം. സമാധാനം. ബിൽ സ്മിത്ത് എന്ന് പറയുന്നൊരു വലിയ നടനുണ്ട്, ഒരു ഭയങ്കര ആക്ടറാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഹാപ്പിനെസ് ഈസ് പീസ്. നമ്മൾ സാധാരണ പറയുമല്ലോ, നല്ല സക്സസ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയില്ലേ. എല്ലാ മോട്ടിവേഷൻ നടത്തുന്ന ആളുകളും പറയുന്ന വാക്കാണ്. എന്താ പറയുക, സക്സസ് ആണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയും. നമ്മളതിനൊന്ന് തിരിച്ചിട്ട് വായിച്ചു നോക്കൂ. സന്തോഷം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സക്സസ്. എല്ലാം ഉണ്ടായിട്ടൊരു മനുഷ്യന് സമാധാനം ഇല്ലെങ്കിൽ അയാൾക്ക് പിന്നെ എന്ത് സക്സസ് ആണ്? സക്സസ് അല്ല സന്തോഷം, സന്തോഷമാണ് സക്സസ്. സമാധാനമാണ് സക്സസ്. ഒരാൾ സമാധാനമായിട്ട് കിടന്നുറങ്ങാനോ സമാധാനമായി ഉണരാനും കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സക്സസ്. അതിനെന്ത് വേണം? നമുക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് പങ്കിടാമെന്ന് വിചാരിക്കണോ? ചെറിയ വാക്കുകൾ കൊണ്ട് മാത്രം, വിശദമായിട്ടൊന്നും പറയണ്ട. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ നമ്മളൊക്കെ ഓരോ ദിവസവും 5 നേരം നിസ്കരിക്കുന്ന ആളുകളാണല്ലോ. നിസ്കാരം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇത്രയേ ഉള്ളൂ. എന്താണ്, നമ്മുടെ തിരക്കിൻ്റെയും ഈ അലച്ചിലിൻ്റെയും ഒക്കെ ഇടയിൽ പഠിച്ചോ നമ്മളോട് പറയാ, എടാ നിനക്ക് തിരക്കൊക്കെ ഉണ്ടാവും, എന്നാലും ഒരു 5 നേരം എന്നോട് വന്നിട്ട് വർത്തമാനം പറയണം കേട്ടോ, അത് മറക്കരുത് കേട്ടോ. 5 നേരം എൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കണം കേട്ടോ. അത്രയേ ഉള്ളൂ നിസ്കാരം. എനിക്കിപ്പോൾ പഠിച്ചവനോട് എത്ര നല്ല ബന്ധമുണ്ട് എന്നറിയാൻ 2 മാർഗ്ഗമുള്ളൂ. സിമ്പിളാണ്. എൻ്റെ പഠിച്ചവനായിട്ടുള്ള കണക്ഷൻ ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നറിയാൻ എനിക്ക് 2 വഴിയുണ്ട്. ഒന്നെന്താണ്, എൻ്റെ നിസ്കാരം എങ്ങനെയുണ്ട് എന്ന് നോക്കിയാൽ മതി. നിസ്കരിക്കണ്ടോന്നുള്ളതല്ല, എൻ്റെ നിസ്കാരം എങ്ങനെയുണ്ട്. രണ്ടാമത്തേത്, പഠിച്ചോൻ തന്നൊരു പുസ്തകമുണ്ട്, അതുമായിട്ടുള്ള എൻ്റെ ബന്ധം എങ്ങനെയുണ്ട്. അത് 2 നോക്കിയാൽ മതി. നിസ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ പഠിച്ചവനോടുള്ള നമ്മുടെ ബന്ധം കേടുവരാതെ നിൽക്കാൻ വേണ്ടി പഠിച്ചോ ഉണ്ടാക്കി തന്നിട്ടുള്ള മാർഗമാണ്. നിങ്ങൾ സുബഹിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഒരാൾ സുബഹിനെ ഉണരുക എന്ന് പറഞ്ഞാൽ എന്താ, മൂടിപ്പതിച്ച് സന്തോഷത്തോടെ ഭയങ്കര രസമായിട്ട് ആസ്വദിച്ച് ഉറങ്ങുന്നൊരു മനുഷ്യൻ സുബഹ് നേരത്ത് ഉണർന്ന് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് അയാളുടെ പുലരിയെ ബലി കൊടുക്കുകയാണ്. അയാളുടെ ഏറ്റവും പ്രിയപ്പെട്ട പുലരിയെ അയാൾ ബലി കൊടുക്കുകയാണ്. കഷ്ടപ്പാടാണ്. പക്ഷെ ആ കഷ്ടപ്പെട്ട് ഏറ്റവും പ്രിയപ്പെട്ട മകനെ ഇബ്രാഹിം നബി ബലി കൊടുക്കാൻ തയ്യാറായതുപോലെ അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉറക്കത്തെ, പുലരിയെ അയാൾ ബലി കൊടുക്കുന്ന പരിപാടിയാണ് സുബ്ഹി നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പം നിസ്കാരങ്ങൾ ശരിക്ക് പഠിച്ചവനോടുള്ള നമ്മുടെ കണക്ഷനാണ്. അതിനെന്ത് വേണം? അതിനാ ക്വാളിറ്റി ടൈം വേണം. അത്രയേ ഉള്ളൂ. നമ്മുടെ നിസ്കാരം എന്ന് പറഞ്ഞാൽ ശരിക്കും പഠിച്ചവനോടുള്ള ക്വാളിറ്റി ടൈമാണ്. സമയമല്ല, നല്ല സമയം. ടൈമല്ല, ക്വാളിറ്റി ടൈം. അപ്പോൾ ഒരാളുടെ നിസ്കാരങ്ങൾ കൊളയാലോ, അതിൻ്റെ സമയം തെറ്റി, അതിൻ്റെ രസം നഷ്ടപ്പെട്ട് ഒരു ചടങ്ങ് പോലെ ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ ആ പഠിച്ചവനോടുള്ള ബന്ധം അത്രയും കുഴപ്പം വരും. അത്രയേ ഉള്ളൂ. ഇവിടെ ഒരു ഫാൻ ഉണ്ടെങ്കിൽ ആ ഫാന് കറങ്ങാൻ നമ്മൾ അവിടെ പോയിട്ടല്ല സ്വിച്ച് ഇടുക, ഇവിടെ എവിടെയെങ്കിലുമാണ് സ്വിച്ച് ഇടുക. ഇവിടെ സ്വിച്ച് ഇടുമ്പോഴേക്ക് അവിടെ ഫാന് കറങ്ങാനുള്ള കാരണം എന്താണ്? ആ ഫാനും സ്വിച്ചും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. ആ കണക്ഷൻ കേടുവന്നല്ലോ. എത്ര അമർത്തി സ്വിച്ച് ഇട്ടാലും ഫാന് കറങ്ങില്ല. നമ്മളെന്താ പറയുക? ഫാന് കേടുവന്നു എന്നാ പറയുക. ഫാനാണോ കേടുവന്ന്? ആ വയറാണ് കേടുവന്ന്. ഇതാണ് നിസ്കാരങ്ങൾ. നിസ്കാരങ്ങൾ കുഴപ്പത്തിലായാൽ ഈ ബന്ധം കുഴപ്പത്തിലാവും. എല്ലാ ബന്ധത്തിനും അങ്ങനെ തന്നെയാണ്. പഠിച്ചവനോടുള്ള ബന്ധം നിലനിർത്താൻ പഠിച്ചവൻ ഒരൊറ്റ വഴിയെ പറഞ്ഞെന്ന്, പഠിച്ചവനോടുള്ള ക്വാളിറ്റി ടൈം. മനുഷ്യന്മാരോടുള്ള ബന്ധം നിലനിൽക്കാനുള്ള ഏറ്റവും നല്ല മാർഗവും എന്താണ്? ക്വാളിറ്റി ടൈം. എപ്പോഴാണോ അതിങ്ങനെ കുറഞ്ഞു പോകുന്നത് അതിനനുസരിച്ച് നമ്മുടെ ബന്ധങ്ങൾ കുഴപ്പത്തിലാവും. നിങ്ങൾ പണ്ട് കാലത്തെ നമ്മുടെ പ്രവാസികളായ ആളുകളെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഇന്നിപ്പോൾ ഏറെക്കുറെ ഫാമിലിയോട് കുറച്ചുകൂടെ അടുത്ത് നിൽക്കാനും ഫാമിലിയെ കൊണ്ടുവരാനും കുറച്ച് ദിവസം താമസിപ്പിക്കാനും അല്ലെങ്കിൽ കുറേ കാലം താമസിപ്പിക്കാനും ഒക്കെയുള്ള വഴികൾ ഏറെക്കുറെ ആളുകൾക്കുണ്ട്. അങ്ങനെ അല്ലാത്ത ആളുകൾ മഹാഭൂരിപക്ഷം ഉണ്ടാവും. എന്നാലും പണ്ട് ഒറ്റ
ഒറ്റയ്ക്ക് നാട്ടിലേക്ക് വരുന്ന ഒരാൾ, കപ്പലിലൊക്കെ കയറിയിട്ട് വരുന്ന ഒരാൾ, ഫാമിലിയോടുള്ള ഒരു ബന്ധമില്ല. എപ്പോഴെങ്കിലും ഒന്ന് കത്ത്, മാസങ്ങൾ കൂടുമ്പോൾ കിട്ടുന്നൊരു കത്ത്, അല്ലെങ്കിൽ വല്ലപ്പോഴുള്ള ഫോൺ വിളി, കുറച്ചു കാലം കഴിഞ്ഞിട്ട് പിന്നെയൊക്കെ ഇങ്ങനെ, അത്രയൊക്കെയല്ലേ ഉള്ളൂ. എന്നിട്ടും അവരൊക്കെ അവരുടെ കുടുംബത്തെ എത്ര രസമായിട്ടാണ് നിലനിർത്തിയത് ആലോചിച്ചു. ആ മക്കൾക്ക് വാപ്പ എന്ന് പറഞ്ഞാൽ ജീവനായിരിക്കും. പഴയ പ്രവാസികളായ ആളുകളുടെ മക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മതിയത്. ആ വാപ്പ എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവനായിരിക്കും. വല്ലപ്പോഴും വരുന്ന കത്തിലെ ആ 2 വരി മതിയാവും, ജീവിക്കാനത് മതിയാവും. ആ പ്രിയപ്പെട്ടവൾക്ക് ആ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ജീവനായിരിക്കും. ഇതേപോലെ വല്ലപ്പോഴും വന്നിട്ടുള്ള ആ കത്തുകളിങ്ങനെ കൂട്ടിവെച്ച് അതിങ്ങനെ പാതിരാവുകളിൽ വായിച്ച് കരഞ്ഞിറങ്ങുന്ന ആ പാവം പെണ്ണിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. തുളുമ്പാനാവാതെ നിറയുന്ന എത്രയോ 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 കാലം കടന്നുപോയ ആ പാവം മനുഷ്യരെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് അവരൊക്കെ അവരുടെ ബന്ധങ്ങളെ എത്ര രസമായിട്ടാണ് നിലനിർത്തിയത്. അത് കേടുവരാൻ അവർ സമ്മതിച്ചില്ല. ഒരു കത്തുകൊണ്ട് ആ ബന്ധത്തെ അവർ നിലനിർത്തുകയാണ് ചെയ്യുന്നത്. വാടിപ്പോകാതെ നിലനിർത്തുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്കെന്ത് പറ്റി? മൈക്കൽ ഫാരഡേ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഉണ്ടല്ലോ, ശാസ്ത്രകാരൻ, ലോകത്തിന് വലിയ സംഭാവനകൾ നൽകിയ വലിയ മനുഷ്യൻ അല്ലേ. ഈ ലൈറ്റ് ഇങ്ങനെ കത്തി നിൽക്കുന്നതിൻ്റെ പിന്നിലുള്ള ഡൈനാമോ കണ്ടുപിടിച്ച മനുഷ്യൻ, ജനറേറ്റർ കണ്ടുപിടിച്ച മനുഷ്യൻ, മോട്ടോർ കണ്ടുപിടിച്ച മനുഷ്യൻ മൈക്കൽ ഫാരഡേ. അങ്ങേയറ്റത്തെ മനുഷ്യത്വവാദിയായ സയൻറ്റിസ്റ്റ്. അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയല്ല, പക്ഷേ അദ്ദേഹം അത്രയും മഹാനായ മനുഷ്യനായിരുന്നു. നമ്മുടെ കുട്ടികൾ അദ്ദേഹം കണ്ടുപിടിച്ചതിനെ കുറിച്ചൊക്കെ പഠിക്കും. അദ്ദേഹം ആരാണെന്ന് പഠിക്കില്ല. അത് നമ്മുടെ പുസ്തകത്തിൽ ഉണ്ടാവില്ലല്ലോ അല്ലേ. അദ്ദേഹം ആരാണെന്ന് നമ്മുടെ പുസ്തകത്തിൽ ഉണ്ടാവില്ല. അദ്ദേഹം കണ്ടുപിടിച്ചതും ജനിച്ച വർഷവും മരിച്ച വർഷമൊക്കെ ഉണ്ടാവും. ക്രീമി ലെയർ എന്ന് പറഞ്ഞ വലിയൊരു യുദ്ധം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ രാജ്യത്തുള്ള ആളുകൾ, ഭരണാധികാരികൾ പറഞ്ഞു, നീ ഒരു വലിയ ബോംബ് ഉണ്ടാക്കി തരണം. സയൻറ്റിസ്റ്റ് അല്ലേ. വലിയ ഒരു മാരകായുധം ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നാൽ കോടികൾ തരാം. ഇതാണ് വാഗ്ദാനം. ആരാ വാഗ്ദാനം കൊടുക്കുന്നത്? ആ നാടിൻ്റെ പ്രസിഡൻ്റാണ് കൊടുക്കുന്നത്. വാഗ്ദാനം ഉറപ്പായിട്ടും കൈ കിട്ടും. ഒരു ബോംബ് ഉണ്ടാക്കി കൊടുത്താൽ മതി. മൈക്കൽ ഫാരഡേ പറഞ്ഞു, ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് പറയാം. ഒരാഴ്ച കഴിഞ്ഞിട്ട് അദ്ദേഹം പറയല്ല ചെയ്തത്, ഒരു കത്ത് എഴുതി കൊടുത്തു. ചെറിയൊരു കത്താണ്. ആ കത്തിൽ എന്താ പറയണമെന്നറിയോ? അദ്ദേഹം പറയാ, ഉറുമ്പുകൾ എങ്ങനെയാണ് ഭക്ഷണം കൊണ്ടുപോകുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉറുമ്പുകൾ അതിൻ്റെ മാളത്തിലേക്ക് ഭക്ഷണം കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. ഉറുമ്പുകൾ ഭക്ഷണം ഇങ്ങനെ ഉരുട്ടി 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 അതിൻ്റെ മാളത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും. എന്നിട്ട് ഉറുമ്പ് മാളത്തിൻ്റെ ഉള്ളിലേക്ക് പോകും. എന്നിട്ട് ആ ഭക്ഷണം ഇങ്ങനെ ആ മണ്ണിനടിയിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കും. പക്ഷെ കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം ആ മാളത്തിനേക്കാൾ വലുതായിരിക്കും ആ ഭക്ഷണം. പിന്നെ എങ്ങനെ കൊണ്ടുപോകാൻ കഴിയുക? എന്നിട്ട് അദ്ദേഹം പറയാ, പൈസ കാണിച്ചു തന്നിട്ട് എന്നെ മയക്കാമെന്ന് വിചാരിക്കണ്ട. ഞാനും ഈ ഉറുമ്പിനെ പോലെ അവസാനം എൻ്റെ കുഴിയുടെ മുന്നിലേക്ക് ചെന്ന് നിൽക്കും. ഞാൻ ഉണ്ടാക്കിയതൊന്നും ആ കുഴിയുടെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. ഞാൻ ഉറുമ്പ് ഏകദേശം ഒരേപോലെ തന്നെ. അതുകൊണ്ട് പൈസ തരാമെന്ന് പറഞ്ഞിട്ട് മനുഷ്യനെ കൊല്ലാനുള്ള ആയുധം ഉണ്ടാക്കാൻ എന്നോട് പറയരുത്, എനിക്കതിന് പറ്റില്ല എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ പേരാണ് മൈക്കൽ ഫാരഡേ. ഇതെന്തിനാ അദ്ദേഹത്തെക്കുറിച്ച് പറയണമെന്നറിയോ? ഇദ്ദേഹത്തോട് ഒരിക്കലൊരു ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട്. 1894 മറ്റോ മരിച്ചുപോയ ആളാണ് കേട്ടോ. അദ്ദേഹത്തോട് ഒരു ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷം ഏതായിരുന്നു? പറയാൻ എത്ര കഥകളുണ്ടാവും. 1000-ഓളം കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ആളാണ് കേട്ടോ. 1000-ഓളം കണ്ടുപിടുത്തങ്ങൾ. ജീവിതത്തിൽ ഏറ്റവും നല്ല നിമിഷം ഏതാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താണെന്നറിയോ? എൻ്റെ സാറയുടെ കൂടെയുള്ള വൈകുന്നേരങ്ങൾ. എന്താ പറഞ്ഞ? എൻ്റെ സാറയുടെ കൂടെയുള്ള വൈകുന്നേരങ്ങൾ. എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കയറി ചെല്ലുന്നൊരു സ്ഥലമുണ്ടല്ലോ, അവിടെ സമാധാനം ഉണ്ടാവണം. ആ സമാധാനത്തിനുള്ള ഏറ്റവും നല്ല വഴി, പടച്ചോൻ അവനോടുള്ള ബന്ധം നിലനിർത്താൻ പറഞ്ഞു തന്ന വഴി എന്താണോ അതന്നെയാണ് ക്വാളിറ്റി ടൈം. നല്ല സമയം. നമ്മുടെ ജീവിതത്തിൽ പടച്ചോൻ തന്നിട്ടുള്ളൊരു 3-4 മനുഷ്യന്മാരുണ്ടല്ലോ, അവർക്കുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം. ഒരുപക്ഷെ അത് കുറേയൊന്നും വേണ്ടി വരില്ല, കുറച്ച് മതിയാവും. ആ കുറച്ച് സമയം കൊണ്ട് മനുഷ്യർ
സമാധാനത്തോടെ ജീവിക്കാൻ അവർക്ക് കഴിയും. അതെവിടെയാണോ കുറഞ്ഞു വരുന്നത് അതിൻ്റേതായ പ്രയാസങ്ങൾ ആ മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. ബന്ധങ്ങൾ നന്നാവാൻ ഏറ്റവും നല്ല മാർഗം ക്വാളിറ്റിയുള്ള സമയം കൊടുക്കുക എന്നുള്ളതാണ്. ക്വാളിറ്റിയുള്ള സമയം കൊടുക്കുക എന്നുള്ളത്, മനുഷ്യനെ കേൾക്കുക എന്നുള്ളതാണ്.